2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്ന ഈ ആഴ്ചയിലെ ഏറ്റവും പുതിയ സർവേ എക്സിറ്റ് പോൾ തികച്ചും നിഷ്പക്ഷമായും നീതിപൂർവമായും നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നു. 2024 ലോക്സഭയിലേക്ക് ഏത് മുന്നണി എത്ര സീറ്റ് കിട്ടുമെന്ന് നമ്മൾക്ക് നോക്കാം. സീറ്റ് ഫോർമുലയും തയ്യാറെടുക്കുന്ന പ്രതിപക്ഷ പാർട്ടിയുടെ ഇന്ത്യ മുന്നണിയോ 400 സീറ്റ് തിരിച്ചെടുത്ത് മൂന്നാം തവണയും അധികാരത്തിൽ വരുമെന്ന് പറയുന്ന BJP NDA സഖ്യമോ അധികാരത്തിൽ വരിക. നമ്മൾക്ക് ഏറ്റവും പുതിയ അഭിപ്രായ സർവേ നോക്കാം. ആകെ സീറ്റ് 543. കേന്ദ്രത്തിൽ ഭരണം നിലനിർത്താൻ 272 സീറ്റ് വേണമെന്നിരിക്കെ ഏത് പാർട്ടിക്കാണ് മുൻതൂക്കം എന്നുള്ളത് നമ്മൾക്ക് നോക്കാം. അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളിലേക്ക് ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നും പുതിയ വാർത്തയുമായി ഞങ്ങൾ എത്തുന്നതാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏറ്റവും ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് രാജസ്ഥാൻ സംസ്ഥാനമാണ്. മൊത്തം 25 ലോക്സഭാ മണ്ഡലങ്ങളിൽ BJP സഖ്യത്തിന് 13 സീറ്റും ഇന്ത്യ കോൺഗ്രസ് സഖ്യത്തിന് 12 സീറ്റും കിട്ടുമെന്നാണ് സർവേ പ്രവചിക്കുന്നത്. മറ്റു പാർട്ടികൾക്ക് രാജസ്ഥാനിൽ സീറ്റൊന്നും കിട്ടുന്നതല്ല. അടുത്ത ലോക്സഭാ സംസ്ഥാനമായ ഛത്തീസ്ഗഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ 11 ലോക്സഭാ സീറ്റുകളുണ്ട്. ഏറ്റവും പുതിയ സർവേ പരിശോധിക്കുകയാണെങ്കിൽ BJPക്ക് 6 സീറ്റുകളും ഇന്ത്യ മുന്നണിക്ക് 5 സീറ്റുകളും കിട്ടുമെന്നാണ് എക്സിറ്റ് പോൾ പറയുന്നത്. മൂന്നാമതായി നമ്മൾ നോക്കാൻ പോകുന്നത് മധ്യപ്രദേശാണ്. 2019 BJPക്ക് ഇവിടെ 28 സീറ്റ് നേടാൻ കഴിഞ്ഞു. എന്നാൽ ഇപ്പോൾ പുതിയ സർവേ പ്രകാരം BJP NDAക്ക് കിട്ടുന്നത് 19 ലോക്സഭാ സീറ്റുകളാണ്. ഇന്ത്യ സഖ്യത്തിന് ഇവിടെ ലഭിക്കുന്നത് 10 ലോക്സഭാ സീറ്റുകളാണ്. ഇന്ത്യയിൽ ഇവിടെ നേരിയ മുൻതൂക്കം കാണുന്നു. ബീഹാർ സംസ്ഥാനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ബീഹാർ ഇപ്പോൾ BJPയും നിതീഷ് കുമാർ സഖ്യത്തിലേക്ക് ഏർപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ നേരിയ മാറ്റം കാണാൻ കഴിയുന്നുണ്ട്. എക്സിറ്റ് പോൾ സർവേ പ്രകാരം 40 ലോക്സഭാ സീറ്റുകളാണുള്ളത്. BJP NDA സഖ്യത്തിന് 22 ലോക്സഭാ സീറ്റുകളും കോൺഗ്രസ് ഇന്ത്യ സഖ്യത്തിന് 18 ലോക്സഭാ സീറ്റുകളും കിട്ടുമെന്നാണ് എക്സിറ്റ് പോൾ പറയുന്നത്. അടുത്ത സംസ്ഥാനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ കേരളമാണ്. ഇവിടെ BJPക്ക് ഇതുവരേക്കും ഒരു സീറ്റ് പോലും ലഭിച്ചിട്ടില്ല. അതിനാൽ 2024 BJPക്ക് സീറ്റൊന്നും ലഭിക്കില്ല എന്നാണ് എക്സിറ്റ് പോൾ പറയുന്നത്. 20 ലോക്സഭാ സീറ്റുള്ള കേരളത്തിൽ 20 സീറ്റും കോൺഗ്രസിന് ലഭിക്കുമെന്നും സർവേ പറയുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമായ ഉത്തർപ്രദേശിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 80 സീറ്റുകളാണ് ഉള്ളത്. ഇവിടെ എക്കാലവും BJPക്കാണ് മുൻതൂക്കം. അഖിലേഷ് യാദവിൻ്റെ പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും സഖ്യത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ ഇന്ത്യ മുന്നണി ശക്തമായ മത്സരം കാഴ്ചവെക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഏറ്റവും പുതിയ സർവേയിൽ പ്രവചിക്കുകയുണ്ടായി. BJP NDA സഖ്യത്തിന് 40 സീറ്റും ഇന്ത്യ സഖ്യത്തിന് 40 സീറ്റും എക്സിറ്റ് പോൾ ഫലം അറിയിക്കുന്നു. NDAക്കും ഇന്ത്യ മുന്നണിക്കും തുല്യമായ സീറ്റ് ലഭിക്കും. അടുത്ത സംസ്ഥാനമായ ജാർഖണ്ഡിനെ കുറിച്ച് നോക്കാം. 14 ലോക്സഭാ സീറ്റുകളിലെ ഏറ്റവും പുതിയ സർവേ പരിശോധിച്ചാൽ BJP സഖ്യത്തിന് 5 സീറ്റും ഇന്ത്യ സഖ്യത്തിന് 5 സീറ്റും ലഭിക്കുന്നു. മറ്റു പാർട്ടികളായ ജയറാം മഹാദേവിന് 4 സീറ്റും ലഭിക്കും. ബംഗാൾ സംസ്ഥാനത്തെക്കുറിച്ച് നോക്കുമ്പോൾ 42 സീറ്റുള്ള സംസ്ഥാനമാണ് ബംഗാൾ. ഇവിടെ 2019 BJPക്ക് 18 സീറ്റ് കിട്ടിയിരുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP അക്കൗണ്ടിലേക്ക് 10 സീറ്റുകളാണ് സർവേ കണ്ടെത്തുന്നത്. ഇന്ത്യ സഖ്യത്തിന് 10 സീറ്റും മമതയുടെ തൃണമൂൽ കോൺഗ്രസിന് 22 സീറ്റും ലഭിക്കുമെന്നാണ് സർവേ കണ്ടെത്തിയിരിക്കുന്നത്. മമതാ ബാനർജിയുടെ പാർട്ടിക്കാണ് കൂടുതൽ സീറ്റുകൾ ലഭിക്കുന്നത്. ഇവിടെ ഇന്ത്യ സഖ്യമായി മമതാ ബാനർജിയും സഖ്യത്തിൽ ഏർപ്പെട്ടിട്ടില്ല. ഒറ്റയ്ക്കാണ് ബംഗാളിൽ അവർ മത്സരിക്കുന്നത്. അടുത്ത സംസ്ഥാനമായ മഹാരാഷ്ട്രയെക്കുറിച്ച് സംസാരിക്കാം. ആകെ 48 ലോക്സഭാ സീറ്റാണ് ഇവിടെയുള്ളത്. ഇതിൽ NDA സഖ്യത്തിന് 18 സീറ്റും ഇന്ത്യ സഖ്യത്തിന് 28 സീറ്റും മറ്റു പാർട്ടികൾക്ക് 2 സീറ്റുകൾ ലഭിക്കുമെന്നാണ് സർവേയിൽ കാണിക്കുന്നത്. BJPയുടെ ശക്തമായ സാന്നിധ്യമുള്ള സംസ്ഥാനമാണ് ഗുജറാത്ത്. 26 ലോക്സഭാ സീറ്റുള്ള ഗുജറാത്തിൽ 20 സീറ്റ് BJP അക്കൗണ്ടിലേക്കും 6 സീറ്റ് ഇന്ത്യ സഖ്യത്തിനു ലഭിക്കുമെന്ന് സർവേ പറയുന്നു. മറ്റു പാർട്ടികൾക്കോ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്കോ സീറ്റ് ലഭിക്കില്ലെന്ന് സർവേ പറയുന്നു. അടുത്തത് നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാടിനെ കുറിച്ച് സംസാരിക്കാം.
39 ലോക്സഭാ സീറ്റുകളാണ് ഉള്ളത്. ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസും DMKയുമായി സഖ്യമായ തമിഴ്നാട്ടിൽ കോൺഗ്രസ് ഇന്ത്യ സഖ്യത്തിന് 30 സീറ്റും BJPക്ക് 5 സീറ്റും മറ്റുള്ളവർക്ക് 4 സീറ്റും കിട്ടുമെന്നാണ് സർവേ പറയുന്നത്. അടുത്തത് ആസാമിലെ ലോക്സഭ പോൾ പറയാം. 14 ലോക്സഭാ സീറ്റുകളിലെ ഏറ്റവും പുതിയ സർവേ കാണിക്കുന്നത് NDA സഖ്യം ഇവിടെ ലീഡ് ചെയ്യുകയാണ്. NDA സഖ്യത്തിന് 10 സീറ്റും ഇന്ത്യ സഖ്യത്തിന് 3 സീറ്റും മറ്റുള്ളവർക്ക് 1 സീറ്റും ലഭിക്കുമെന്നാണ് സർവേ കണ്ടെത്തിയിരിക്കുന്നത്. അടുത്ത സംസ്ഥാനമായ പഞ്ചാബിനെ കുറിച്ച് നോക്കാം. പഞ്ചാബിൽ ഇപ്പോൾ കർഷക സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. NDAക്ക് അനുകൂലമായി സീറ്റ് കിട്ടാൻ സാധ്യത കുറവാണെന്ന് എക്സൈറ്റ് പറയുന്നു. 13 ലോക്സഭാ സീറ്റുള്ള പഞ്ചായത്തിൽ കോൺഗ്രസിന്റെ 5 സീറ്റും NDA 1 സീറ്റും കിട്ടുമെന്നും മറ്റുള്ളവർക്ക് 7 സീറ്റുമാണ് സർവേ പുറത്തുവിടുന്നത്. ഇവിടെ കോൺഗ്രസും AAPയും വേറെയാണ് മത്സരിക്കുന്നത്. എങ്കിലും ഇവർ ഇന്ത്യ മുന്നണിക്കു വേണ്ടി നിലകൊള്ളുന്നു. അടുത്ത സംസ്ഥാനമായ ഹരിയാനയെക്കുറിച്ച് സംസാരിക്കാം. ഇവിടെ 10 ലോക്സഭാ സീറ്റുകളാണുള്ളത്. ഏറ്റവും പുതിയ സർവേ പ്രകാരം BJPക്ക് 5 സീറ്റും കോൺഗ്രസ് സഖ്യത്തിന് 3 സീറ്റും മറ്റുള്ളവർക്ക് 2 സീറ്റും ലഭിക്കുമെന്നാണ് സർവേ അഭിപ്രായപ്പെടുന്നത്. 5 സീറ്റുള്ള സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. എക്സൈറ്റ് പോൾ പറയുന്നത് 4 സീറ്റ് NDAക്കും 1 സീറ്റ് ഇന്ത്യ സഖ്യത്തിനും ലഭിക്കും. ഹിമാചൽ പ്രദേശ് സംസ്ഥാനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആകെ 4 ലോക്സഭാ സീറ്റാണുള്ളത്. ഇതിൽ 2 NDA സഖ്യത്തിനും 2 ഇന്ത്യ സഖ്യത്തിനും ലഭിക്കും. ഗോവ സംസ്ഥാനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 2 ലോക്സഭാ സീറ്റുകളാണ്. ഈ 2 സീറ്റും BJPയുടെ അക്കൗണ്ടിലേക്കാണ് വരിക. അടുത്ത സംസ്ഥാനം ത്രിപുരയാണ്. 2 സീറ്റുള്ള ത്രിപുരയിൽ BJPയാണ് കരസ്ഥമാക്കുക. മേഘാലയ സംസ്ഥാനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 2 സീറ്റുള്ളത് 1 സീറ്റ് BJPയും 1 സീറ്റ് കോൺഗ്രസും കരസ്ഥമാക്കും. അടുത്തത് അരുണാചൽ പ്രദേശാണ്. 2 സീറ്റുള്ള അരുണാചൽ പ്രദേശിൽ 1 സീറ്റ് BJPയും മറ്റൊരു സീറ്റ് കോൺഗ്രസിനും ലഭിക്കുന്നതാണ്. മണിപ്പൂർ സംസ്ഥാനത്തെക്കുറിച്ച് പറയുമ്പോൾ മണിപ്പൂർ 2 ലോക്സഭാ സീറ്റാണുള്ളത്. ഈ 2 സീറ്റിലും കോൺഗ്രസ് ലഭിക്കുമെന്നാണ് സർവേ പറയുന്നത്. ശക്തമായ സ്ത്രീകളുടെ സാന്നിധ്യമുള്ള മണിപ്പൂരിൽ കോൺഗ്രസിനെ തിരിയുമെന്ന് സർവേ പറയുന്നു. അടുത്തതായി നാഗാലാൻഡ് ലോക്സഭ നിലവിൽ അവിടെ 1 സീറ്റാണുള്ളത്. ആ 1 സീറ്റ് BJPക്ക് ലഭിക്കുമെന്ന് സർവേ പറയുന്നു. സിക്കിം ലോക്സഭാ സീറ്റിലേക്ക് കടക്കാം. സിക്കിമിലും 1 ലോക്സഭാ സീറ്റുള്ളത്. അവിടെ 1 സീറ്റ് കോൺഗ്രസിന് ലഭിക്കുമെന്ന് സർവേ വിലയിരുത്തുന്നു. മിസോറാം ലോക്സഭയെക്കുറിച്ച് പറയുമ്പോൾ 1 ലോക്സഭാ സീറ്റുള്ള മിസോറാമിൽ ലോക്സഭ BJPക്കും കോൺഗ്രസിന് സീറ്റ് ലഭിക്കുകയുമില്ല. മിസോറാം നാഷണൽ പാർട്ടി സീറ്റ് ലഭിക്കുക. 25 സീറ്റുള്ള ആന്ധ്രാപ്രദേശിനെ കുറിച്ച് പറയുകയാണെങ്കിൽ BJPക്ക് 1 സീറ്റും 24 സീറ്റ് YSR കോൺഗ്രസിന് ലഭിക്കുമെന്നാണ് നിലവിലെ സർവേ അഭിപ്രായപ്പെടുന്നത്. ഒറീസ സംസ്ഥാനത്തെക്കുറിച്ച് പറയുമ്പോൾ ആകെ 21 ലോക്സഭാ സീറ്റുകളാണുള്ളത്. ഇതിൽ 7 സീറ്റ് BJPക്കും 2 സീറ്റ് കോൺഗ്രസിനും ലഭിക്കുന്നു. 12 സീറ്റ് ജനതാദളിന് ലഭിക്കുമെന്നാണ് സർവേയിൽ ഉടനീളം അഭിപ്രായപ്പെടുന്നത്. അടുത്ത സംസ്ഥാനമായ തെലുങ്കാനയാണ്. 17 ലോക്സഭാ സീറ്റുകളുള്ള മണ്ഡലത്തിൽ ശക്തമായ പോരാട്ടം നിലനിൽക്കുന്നുണ്ടെന്ന് എക്സൈറ്റ് പോൾ സർവേയിൽ പറയുന്നു. 2019നേക്കാളും കൂടുതൽ സീറ്റുകൾ കോൺഗ്രസ് വാരിക്കൂട്ടുമെന്ന് സർവേ പറയുന്നു. തെലുങ്കാനയിൽ 3 സീറ്റ് BJP, 10 സീറ്റ് കോൺഗ്രസിനും 4 സീറ്റ് മറ്റുള്ളവർക്കും ലഭിക്കുമെന്ന് സർവേ വിലയിരുത്തുന്നു. കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായി അറിയപ്പെടുന്ന മറ്റൊരു സംസ്ഥാനമാണ് കർണാടക. ഇവിടെ BJPയെ മറികടന്നുകൊണ്ട് ഇന്ത്യ സഖ്യത്തിന് 18 സീറ്റ് കിട്ടുമെന്ന് സർവേ പറയുന്നു. BJPക്ക് ഇവിടെ 10 സീറ്റും ലഭിക്കും. ഡൽഹി മണ്ഡലത്തെ 7 ലോക്സഭാ മണ്ഡലത്തിൽ കുറിച്ച് പറയുമ്പോൾ 3 സീറ്റ് BJPക്കും 4 സീറ്റ് ഇന്ത്യ മുന്നണിക്കും ലഭിക്കുമെന്ന് സർവേ പറയുന്നു. അടുത്ത 5 ലോക്സഭാ സീറ്റുള്ള ജമ്മു കാശ്മീരിൽ 2 സീറ്റ് BJPയും 2 സീറ്റ് ഇന്ത്യ മുന്നണിക്കും 1 സീറ്റ് സ്വതന്ത്ര സ്ഥാനാർത്ഥിക്കും ലഭിക്കും. കാശ്മീർ മേഖലയിലെ ദാദർ നഗറിൽ 2 ലോക്സഭാ സീറ്റ് BJPക്ക് ലഭിക്കുമെന്ന് സർവേ അഭിപ്രായപ്പെടുന്നു. പുതുശ്ശേരി ലോക്സഭാ മണ്ഡലം ആകെയുള്ള 1 സീറ്റ് BJPക്ക് അനുകൂലമായി സർവേ പറയുന്നു. ലഡാക്ക് ലോക്സഭാ മണ്ഡലത്തിൽ ആകെയുള്ള 1 സീറ്റ് BJPക്ക് അനുകൂലമായി സർവേ പറയുന്നു. ചണ്ഡീഗഡ് ആകെയുള്ള 1 ലോക്സഭാ സീറ്റിലേക്ക് കോൺഗ്രസ് ശക്തമായ ഭൂരിപക്ഷം കിട്ടുമെന്നാണ് സർവേയുടെ കണ്ടെത്തൽ. ലക്ഷദ്വീപ് ലോക്സഭയിൽ സീറ്റുള്ളത് കോൺഗ്രസിന് ലഭിക്കുമെന്നും സർവേ പറയുന്നു.
ആൻഡമാൻ നിക്കോബാർ ലോക്സഭയിൽ ഒരു സീറ്റാണുള്ളത്. അത് കോൺഗ്രസിന് ലഭിക്കുമെന്നാണ് സർവേ അഭിപ്രായം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് എക്സൈറ്റ് പോളിൽ കിട്ടുന്ന സീറ്റാണു നിങ്ങൾ ഇതുവരെ കണ്ടത്. ഇതിൽ ഏത് മുന്നണി അധികാരം നിലനിർത്തുമെന്ന് നിങ്ങൾ കമന്റ് ചെയ്യൂ. കൂടുതൽ എക്സൈറ്റ് പോൾ വിശേഷങ്ങളുമായി നിങ്ങളുടെ മുന്നിൽ വീണ്ടും എത്തുന്നതാണ്.